ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിച്ചു. ഒരു നീണ്ട ഇടക്കാല കരാറുകളൊക്കെ നിലവിൽ വന്നു. സത്യത്തിൽ ഈ യുദ്ധത്തിൽ ആരുടെ ഭാഗത്താണ് വിജയം? ശരിക്കും ഈ യുദ്ധം ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ ഇറാന്റെ മുൻപിൽ അമേരിക്കയും ഇസ്രയേലും മുട്ടുമടക്കുകയായിരുന്നു എന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടും. ഒരു 115-120 ദിവസങ്ങളായി തുടരുന്നൊരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ഇറാന്റെ ഭാഗത്താണോ വിജയം, അമേരിക്കയുടെ ഭാഗത്താണോ വിജയം നോക്കിക്കഴിഞ്ഞാൽ ഇറാന്റെ ഭാഗത്തുള്ള ശക്തമായൊരു വിജയമാണ്. ഇപ്പോൾ ഈ നടന്ന കരാറ് പ്രകാരം ഇറാന് മുൻപോട്ട് വെച്ച നിർദ്ദേശങ്ങളടക്കം അമേരിക്കക്ക് മുട്ടുമടക്കേണ്ടി വന്നു, അമേരിക്കക്ക് സൈൻ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അതും ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായതൊന്നാണ്. അതായത് ഇറാൻ്റെ ഒരൊറ്റ ഡിമാൻഡാണ് ഉണ്ടായിരുന്നത്, ലെബനാനിൽ നിങ്ങളുടെ യുദ്ധം നിർത്തണം, ലെബനാനിൽ ഇസ്രായേലിൻ്റെ സൈനിക അഭ്യാസങ്ങളും സൈനിക ആക്രമണങ്ങളും നിർത്തണം ഒരു നിർദ്ദേശമാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. ഇത് അമേരിക്കയും ഇസ്രായേലിനും ഇത് നിർബന്ധപൂർവ്വം ഇതിന് വഴങ്ങേണ്ടി വന്നു. പക്ഷേ ഇസ്രായേൽ ചെയ്ത ഒരു ചതിയുണ്ട്, ഉള്ളിലൊരു ചതി. സൈന്യങ്ങൾ എന്തായാലും ലെബനാനിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറി, ഞങ്ങൾ ആക്രമിക്കില്ല, പകരം എന്ത് ചെയ്യില്ല, സൈന്യങ്ങൾ പൂർണ്ണമായും പിന്മാറില്ല. ഇറാൻ ശക്തമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വീണ്ടും പഴയതുപോലെ ചതി തുടർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചടിക്കും. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഇറാനെ പോലെയുള്ള ഒരു രാജ്യം ഒക്കെ കരുതിയിരുന്നത് എന്താണ്, എങ്ങനെയെങ്കിലും ഇറാനെ തോൽപ്പിക്കാം. ആദ്യ ദിവസം തന്നെ ഇറാനിൻ്റെ പരമോന്നത അയത്തുള്ള ഖൊമേനിയെ വധിക്കാനും കഴിഞ്ഞു. പക്ഷേ ഇറാൻ എന്താണെന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുത്തു. അമേരിക്കയുടെ സൈനിക താവളങ്ങളായ ഗൾഫ് രാജ്യങ്ങൾ മുഴുവനും ആക്രമിച്ചിട്ട് അമേരിക്കക്ക് വളരെ വലിയ കോടികളുടെ നഷ്ടമുണ്ടാക്കാൻ ഇറാന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ എതിർപ്പ്, പിന്നെ ഇസ്രായേലിലേക്കുള്ള തുടരെയുള്ള ആക്രമണങ്ങൾ, എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചത് പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾ മാത്രമല്ല, അമേരിക്ക അടക്കം അങ്ങനെ ആഗ്രഹിച്ചു. ഈ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട കരാറുകൾ എന്താണെന്നറിയോ? ലെബനാൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലും ഇസ്രയേലിൻ്റെ യുദ്ധം നിർത്തണമെന്നുള്ളതാണ്. ഇത് അംഗീകരിക്കേണ്ടി വന്നു. പിന്നെ ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക ഇടപെടാൻ പാടില്ല എന്ന ഇറാന്റെ ആവശ്യം ഒടുവിൽ അമേരിക്ക അംഗീകരിക്കേണ്ടി വന്നു. അതോടൊപ്പം ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക തുടങ്ങിയ ഒരു ഉപരോധമുണ്ട്. 30 ദിവസത്തിനകം ഈ ഉപരോധം അവസാനിപ്പിക്കണം എന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. ഇതും ഒടുവിൽ അമേരിക്കക്ക് അംഗീകരിക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ അമേരിക്ക ഇങ്ങോട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഹോർമുസ് കടലിടുക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, തുറന്നു കൊടുക്കണം. അത് ഓക്കെ, ഇറാൻ അംഗീകരിച്ചു. ഇറാന്റെ മറ്റൊരാവശ്യം, ഇറാന്റെ സമീപത്തിന് US-ന്റെ സൈനിക താവളങ്ങളോ അല്ലെങ്കിൽ സൈന്യങ്ങളോ പാടില്ല. അതും ഒടുവിൽ അമേരിക്കക്ക് അംഗീകരിക്കേണ്ടി വന്നു. അതോടൊപ്പം തന്നെ യുദ്ധത്തിൽ തകർന്ന ഇറാനിൻ്റെ നഗരങ്ങളെ പുനഃസൃഷ്ടിക്കാൻ $3000 കോടി തന്ന് സഹായിക്കണം എന്നാണ് ഇറാൻ ആവശ്യപ്പെട്ടത്. അത് അമേരിക്കക്ക് അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നെ ഇറാന്റെ എണ്ണ വിൽക്കാൻ അമേരിക്ക നടത്തുന്ന ചില ഉപരോധങ്ങളുണ്ട്, അത് പിൻവലിക്കണം എന്നുള്ളതാണ് ഇറാന്റെ ഒരു ആവശ്യം. അമേരിക്കക്ക് അതും അംഗീകരിക്കേണ്ടി വന്നു. പിന്നെ ഇറാന്റെ മറ്റൊരാവശ്യമാണ്, വിദേശ രാജ്യങ്ങളിൽ, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇറാനിൻ്റെ 2400 കോടി സ്വത്തുക്കളുണ്ട്. ഇത് അമേരിക്ക മരവിപ്പിച്ചിരുന്നു. ഇത് മുഴുവനും പഴയതുപോലെ തിരിച്ചാക്കി കൊടുക്കണം എന്നുള്ളത്, അതും അമേരിക്ക അംഗീകരിച്ചു. പിന്നെ പശ്ചിമേഷ്യയിൽ ചില സായുധ സംഘങ്ങളുണ്ട്, ഇപ്പോൾ ഹമാസ്, അതേപോലെ ഹിസ്ബുള്ള, ഇവരുമായിട്ട് ഇറാൻ നടത്തുന്ന ചില സഹായ സഹകരണങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനേ പാടില്ല എന്നാണ് ഇറാൻ മുന്നോട്ട് വെച്ചൊരാവശ്യം. ഇസ്രയേലും അമേരിക്കയും അതും അംഗീകരിക്കേണ്ടി വരും. കാരണം അവർക്ക് ഇറാൻ ഇപ്പോൾ ഭയമാണ്. ഇതൊക്കെയാണ് കരാറുകൾ. ഈ കരാറുകളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു ഇടക്കാല യുദ്ധമില്ലാത്തൊരു കരാറിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഈ കരാറുകളൊക്കെ അമേരിക്കയും ഇസ്രായേലും പാലിക്കാൻ. പക്ഷെ ഇസ്രായേൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ലെബനാനിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഭാവിയിൽ യുദ്ധം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിൽ വളരെ വലിയൊരു സമാധാനമാണ്. ഈ യുദ്ധത്തിൽ കൃത്യമായുള്ള വിജയം ഇറാൻ കാണാം. അൽഹംദുലില്ലാഹ്, നാം സന്തോഷം പറയാം. കാരണം ഇറാനെ പോലെയുള്ള ഒരു രാജ്യം, അത്ര സൈനികമായിട്ട് ഇസ്രായേലിനോടൊപ്പോ അല്ലെങ്കിൽ അമേരിക്കപ്പോ ഒന്നും ഏൽക്കാത്തൊരു രാജ്യം, അവർ പിടിച്ചു നിന്നു എന്ന് മാത്രമല്ല, അവർ ഇസ്രായേലിൻ്റെ നെഞ്ചത്ത് കയറി പൊങ്കാലയിട്ടു. ഇസ്രായേൽ ഞെട്ടിപ്പോയി ഇറാന്റെ ശക്തിയുടെ മുൻപിൽ. അവരെ മിസൈലുകൾ ഇനിയും പുറത്തെടുത്തിട്ടില്ല. പുറത്തെടുത്തു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഇസ്രായേൽ രാജ്യം ഉണ്ടാവില്ല എന്ന് ഇസ്രായേലിന് ബോധ്യമായി. ഒടുവിൽ മുട്ടുമടക്കിയത് ഇസ്രായേലും അമേരിക്കയുമാണ്. ഇത് ഇറാന്റെ സമ്പൂർണ്ണ വിജയമാണ്. രക്തസാക്ഷിത്വത്തിലൂടെ ഇറാനിൻ്റെ പരമോന്നത അയത്തുള്ള ഖൊമേനി നേടിയ വിജയം. ഇനി അവർക്ക് അവരുടെ പരമോന്നതാവായ അയത്തുള്ള ഖൊമേനിയുടെ മൃതദേഹം ഖബറടക്കാം. അത് ജൂലൈ മാസത്തിലാണ് ആ ഖബറടക്കൽ. കാരണം അവരിനി ഖബറടക്കുമ്പോൾ അതൊരു വിക്ടറി ഡേ ആണ്. യുദ്ധത്തിൽ ജയിച്ചിട്ടാണ് ഷഹീദായ അവരുടെ രാജ്യത്തിൻ്റെ പരമോന്നതാവിൻ്റെ ഖബറടക്കൽ ചടങ്ങ്. ഒരു പക്ഷേ ഇതുപോലെ അമേരിക്കയെ നേരിട്ട് തോൽപ്പിച്ചൊരു രാജ്യം സമീപ ചരിത്രങ്ങളിൽ ഇറാനോളം ഒരു രാജ്യം വേറുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. ലോക നേതാക്കളൊക്കെ ഈ ഒരു ചർച്ചയെ, ഈ ഒരു സമാധാന കരാറിനെ സ്വാഗതം ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാൻ ആക്രമിക്കുന്നത്. മാർച്ച് 1 ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങി. ഇതൊരിക്കലും അമേരിക്ക പ്രതീക്ഷിക്കാത്തതായിരുന്നു.
കഴിഞ്ഞ ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം ഈ ജൂൺ 15 കൂടി അവസാനിച്ചു. ഈ യുദ്ധത്തിൽ സമ്പൂർണ്ണമായ വിജയം ഇറാന് മാത്രമാണ്, ഇറാൻ്റെ മാത്രം വിജയമാണ്. അവർക്കൊരുപാട് പരമോ നേതാക്കന്മാരെയും അവരുടെ സൈനിക നേതാക്കന്മാരെയൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും അമേരിക്കയുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനും അവരെ പിടിച്ചു കെട്ടാനും ഈ ഒരു ഇറാന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ഭയക്കേണ്ട ഒരു കാര്യം, ഇപ്പോഴും ലെബനാനിൽ നിന്ന് പിൻവാങ്ങാൻ ഇസ്രായേൽ സൈന്യം സമ്മതിച്ചിട്ടില്ല. യുദ്ധം അവസാനിപ്പിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊരു പക്ഷെ ഭാവിയിൽ വീണ്ടും യുദ്ധം ഉണ്ടായേക്കാം. നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യ പൂർണ്ണമായി സമാധാന കരാറെന്ന് പറയാൻ കഴിയില്ല. പിന്നെ പശ്ചിമേഷ്യയിലെ ഈ ഒരു പ്രശ്നം പശ്ചിമേഷ്യയിൽ മാത്രമല്ല, ലോക രാജ്യങ്ങൾക്കിടയിൽ എണ്ണവില വർദ്ധിക്കാനും ജീവിതം ബുദ്ധിമുട്ടിലാവാനും കാരണമായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ പഴയതുപോലെ ആവട്ടെ, നമുക്ക് കാത്തിരിക്കാം. ഒരു യുദ്ധത്തിൽ ഇറാനിൽ മാത്രം 3648 പേരാണ് മരണം വരിച്ചത്. ലെബനാനിൽ 3750 പേരും. ഇസ്രായേൽ ഒഫീഷ്യലി മരണക്കണക്ക് വെറും 26 പേര് മാത്രമാണ്. ഇറാഖിൽ 118 പേര് മരണപ്പെട്ടിരുന്നു. പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ആക്രമണത്തിൽ 29 പേര് മരണപ്പെട്ടു, അതിൽ ഇന്ത്യക്കാരുൾപ്പെടെ. അപ്പോൾ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ പേര് മരണപ്പെട്ടത് ഇറാനായിരുന്നിട്ട് കൂടി ആ ഇറാന് അമേരിക്കയെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. 27,000-ഓളം പേർക്കാണ് ഇറാനിൽ പരിക്കേറ്റിട്ടുള്ളത്. ലെബനാനിലാണെങ്കിൽ 10,000-ഓളം പേർക്ക്. അമേരിക്കയുടെ 13 സൈന്യങ്ങൾക്ക് മാത്രമാണ് ഒഫീഷ്യൽ കണക്ക് പ്രകാരം പരിക്കുള്ളത്. ഇസ്രായേലിൽ എത്ര പേർക്ക് പരിക്കുള്ളത് കൃത്യമായുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഇസ്രായേലിൽ നല്ല നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവർ ഈ കണക്കുകളൊന്നും കൃത്യമായിട്ട് പറയില്ല. എന്തായാലും ഈ യുദ്ധം ഇറാന്റെ ചരിത്രപരമായ വിജയമാണ്. ഒരു പക്ഷേ ഭാവിയിൽ കുട്ടികൾ ആധുനിക ലോക ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് ഈ യുദ്ധം പ്രത്യേക ഒരു പാഠം ഉണ്ടാവും. അമേരിക്കയും അതേപോലെ ഇസ്രായേലിനെയും തോൽപ്പിച്ച ഇറാന്റെ ചരിത്ര പാഠങ്ങൾ. നമുക്ക് എന്തായാലും അഭിമാനിക്കാം, ഇസ്രായേലിനെ പോലെയുള്ളൊരു വൻ ശക്തിയെ, അമേരിക്ക പോലെയുള്ളൊരു വൻ ശക്തിയെ വിറപ്പിച്ചു നിർത്തിയ ഇറാന്റെ ആ ഒരു ചരിത്ര പാഠങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചവരാണ് എന്നൊരു അഭിമാനം നമുക്കുണ്ട്. ഈ യുദ്ധത്തിൽ ഇറാൻക്കാണോ അമേരിക്കൻ അല്ലെങ്കിൽ ഇസ്രായേലിനാണോ വിജയം എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.